അമ്മേ അമ്മേ ഞാൻ ആ തന്ന ഫോം ഫില്ല് ചെയ്തായിരുന്നോ? അത് ഇനി എടുക്കണേ. ഞാൻ ഫില്ല് ചെയ്തൊന്നുമില്ല. എനിക്കിതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ചെറുക്കൻ ഒന്നാമത് സമയമില്ലായിരുന്നു. ഫില്ല് ചെയ്തില്ലയോ? എന്നാ അമ്മ ഇനി കൊണ്ടുപോവാ, ഞാൻ ഫില്ല് ചെയ്ത് തരാം. അമ്മ ആ ഫോം അവളെ അതിലോട്ട് കൊടുക്കമ്മേ. ഇവർക്ക് പിന്നെ എന്തോ ജോലി, ഇവര് പിന്നെ സർക്കാർ ശമ്പളം വാങ്ങിച്ചിട്ട് ജോലിയും ചെയ്യാതെ ജോലി സമ്മർദ്ദമാണെന്നും പറഞ്ഞൊക്കെ അങ്ങ് നടക്കുക. അമ്മ അതങ്ങോട്ട് കൊടു, ഒരു വേണ ഇരുന്ന് ഫില്ല് ചെയ്തോട്ട് പോട്ട്. പിന്നെ അല്ല മാസം ശമ്പളം എണ്ണി വാങ്ങിക്കാൻ അറിയാല്ലേ, ജോലി അങ്ങോട്ട് ചെയ്യണം. അതിനെന്താ അമ്മ ഇങ്ങനെ തന്നാ മതി, ഞാൻ ഫില്ല് ചെയ്ത് തരാന്ന് പറഞ്ഞില്ലയോ? ആ അങ്ങോട്ട് ചെയ്യണം. നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ തീർത്തു കൊടുക്കാനുള്ള സമയമില്ലേ? അതിന് മുമ്പേ വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്യും. നീ മിണ്ടാതെ അകത്ത് കയറിപ്പോ. ഞാൻ പോയേക്കാം. ചേട്ടാ, ഈ ജോലി സമ്മർദ്ദം എന്ന് പറയുന്നത് ചുമ്മാ ഒന്നുമല്ല. ജോലി സമ്മർദ്ദം നല്ലോണം ഉണ്ട്. രാവിലെ 7 മണിക്ക് ഇറങ്ങുന്നേ ഞങ്ങളുടെ ഒരു ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 10 മണിയാ. ഈ പരിപാടി വന്നതിന് ശേഷം ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങണം. പല വീടുകളിലും ആ സമയത്ത് വന്നാലേ ആൾക്കാരെ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ 5 മണി കഴിയുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇത് സാധാ ഒരു ജോലി കണക്കല്ല. പരിചയമില്ലാത്ത ആളുകളും പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പോകുന്നത്. പല സമയവും അതിന് വേണ്ടി വരും. ഒരുപാട് സമയം വേണ്ടി വരും. പലയിടങ്ങളിലും കയറി കാര്യങ്ങളൊക്കെ തിരക്കി പോയി. പിന്നെ നിങ്ങൾ എന്തോരം സഹകരിക്കുന്നുണ്ട്. ഞാൻ ഈ അമ്മയുടെ എന്ന് കൊണ്ട് കൊടുത്തു പോയതാ ഈ ഫോം. എന്നിട്ട് ഇപ്പൊ വരുമ്പോഴും അമ്മ ഏതാണ്ട് എന്നെ ശത്രുക്കളെ പോലെയാ പെരുമാറുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളുണ്ട്. ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല. ഇത് ഞങ്ങളുടെ അഡീഷണൽ ജോലിയായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചേക്കുക. ഇതെല്ലാം നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യമാണ്. നിങ്ങളത് നല്ലോണം സഹകരിച്ച ഇത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് പ്രഷർ ഉള്ളത് നിങ്ങൾക്ക് അറിയത്തോണ്ടാ. പിന്നെ ഞങ്ങൾ ഈ ജോലി ചെയ്യാത്തോണ്ടാ ഇത് തീരാത്തത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ഇതിനിപ്പോ ചെയ്യാനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് പലപ്പോഴും വർക്ക് ചെയ്യത്തില്ല. വെളുക്കോളം ചിലപ്പോൾ ഉറക്കം ഒഴഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. 3 മണിക്കും 2 മണിക്കും അത് കണക്ട് ആയി വരത്തുള്ളൂ. ആ സമയത്തൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തു വരുന്നത്. പിന്നെ ഈ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കുന്നതെന്ന് ഒളിഞ്ഞും തെളിഞ്ഞുള്ള സംസാരങ്ങൾ ഞങ്ങളും കേൾക്കുന്നതാ. അമ്മ അതൊന്നും ശരിയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാ ചെയ്യുന്നത്, അതിനനുസരിച്ച് ശമ്പളമാണ് കിട്ടുന്നത്. പിന്നെ ഈ സർക്കാർ ജോലി വെറുതെ എന്നെ കണ്ടിട്ടൊന്നും ആരും തരുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടുന്നത്. ഞാൻ മാത്രമല്ല, എന്നെ പോലുള്ള എല്ലാവരും അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ജോലി കിട്ടുന്നത്. അല്ലാതെ ഇത് ആരോ തന്ന ഔദാര്യമൊന്നും അല്ല നിങ്ങൾ ഇങ്ങനെ കളിയാക്കാൻ.